ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വുമൻസ് ക്രിക്കറ്ററായ സ്മൃതി മന്ദാനയും മ്യൂസിക് ഡയറക്ടറായ പലാഷ് ഇവർ തമ്മിൽ 2019 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 7 വർഷമായി പ്രണയബന്ധം കല്യാണ തലേന്ന് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരുവരുടെയും വിവാഹം നടക്കേണ്ടിയിരുന്ന ഡേറ്റ് 2025 നവംബർ 23 ആയിരുന്നു. കല്യാണ തലേന്നാണ് വിവാഹം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. പ്രീ വെഡിങ് ഫംഗ്ഷൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവസാനിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ കല്യാണം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. കാരണങ്ങൾ കുറെ പുറത്തു വരുന്നുണ്ട്. ആദ്യം വന്ന ന്യൂസ് എന്തായിരുന്നു വെച്ചാൽ സ്മൃതി മന്ദാനയുടെ ഫാദറിന്റെ ഹെൽത്ത് വീക്ക് ആയതുകൊണ്ട് തന്നെ പുള്ളിയെ അത്യാഹിതമായ ആശുപത്രിയിൽ എത്തിച്ചു എന്നും അതുകൊണ്ടാണ് വെഡിങ് പോസ്റ്റ്പോൺ ചെയ്തതെന്നും അതിന് പിറകെ വന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പലാഷിനെയും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നൊക്കെ കേട്ടിരുന്നു. അതിന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും അച്ചീവ്മെന്റ് നേടിയ ഒരു ലേഡിയെ കുറിച്ച് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്, പുള്ളിക്കാരിയുടെ ഭാഗ്യക്കേട് കൊണ്ടാണ് കല്യാണ തലേന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് വീണ്ടും കുറച്ച് റൂമേഴ്സും കൂടെ പുറത്ത് വന്നത്. ഇതിനെ സംബന്ധിച്ച് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു സ്ക്രീൻഷോട്ട്, അതായത് ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് പിന്നെ വൈറലായിക്കൊണ്ടിരുന്നത്. മേരി ഡിക്കോസ് ചദർ എന്ന ഒരു പേജിൽ നിന്നായിരുന്നു ആ സ്ക്രീൻഷോട്ട് വന്നതും വൈറലായതും ഒക്കെ. സ്ക്രീൻഷോട്ടിൽ എഴുതിയിരുന്നത് അത്ര നോർമലായ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കാം. സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പലാഷ് ചോദിക്കുന്നത് ഹോട്ടലിലേക്ക് സ്വിമ്മിങ്ങിന് വരാമോ എന്നാണ് അപ്പുറത്തുള്ള ലേഡീനോട് ചോദിക്കുന്നത്. അപ്പോൾ ആ ലേഡീയുടെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ നീ ഡേറ്റിങ്ങിൽ അല്ലേ എന്നായിരുന്നു അവിടെ നിന്നുള്ള മറുപടി ഉണ്ടായിരുന്നത്. അതിന് പലാഷ് മറുപടി അയച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ നമുക്ക് സ്വിമ്മിങ്ങിന് പോയിക്കൂടെ എന്നായിരുന്നു പലാഷിൻ്റെ മറുപടി. തിരിച്ച് റിപ്ലൈ വന്നത് എല്ലാവർക്കും നിന്നെ അറിയാം, അത് വേറെ പ്രശ്നമായി തീരും എന്നുള്ള രീതിയിലുള്ള മറുപടിയായിരുന്നു. അപ്പോൾ പലാഷ് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ അസിസ്റ്റൻറ്റിനെയും കൂടെ കൊണ്ടുവരാം, അപ്പോൾ ആർക്കും സംശയം തോന്നില്ലല്ലേ, ഒരു ഗ്രൂപ്പായിട്ട് ചിൽ ചെയ്യുന്ന പോലെയല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊരു മറുപടി. അപ്പോൾ വീണ്ടും അപ്പുറത്ത് നിന്നുള്ള ചോദ്യം എന്തായിരുന്നു വെച്ചാൽ സ്മൃതിയെ അടുത്തായിട്ടൊന്നും കണ്ടിരുന്നില്ലേ എന്നതായിരുന്നു. അതിന് പലാഷ് കൊടുത്ത മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, 3-5 മാസങ്ങളിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, ടൂറൊക്കെ പോവാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് എനിക്കും ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു, 3 ഫിലിം ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നോർമൽ അല്ല, ഈ ഒരു മറുപടി ശരിയല്ലല്ലോ എന്ന് തോന്നിയ ഒരു ചോദ്യവും മറുപടി എന്താണെന്ന് വെച്ചാൽ നീ അപ്പോൾ അവളെ സ്നേഹിക്കുന്നില്ലേ എന്നൊരു ചോദ്യത്തിന് പലാഷ് നൽകിയ മറുപടിയാണ് ഇവിടെ കുറേ പേർക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. പലാഷിന് ഉണ്ടെങ്കിൽ ഉണ്ട് എന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ ഇല്ല എന്നും ആണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ പലാഷ് അവിടെ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നത്, നാളെ നിൻ്റെ പരിപാടി എന്താണ് എന്നായിരുന്നു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് കൂടുതലും ഫാൻസിന് ചോദ്യചിഹ്നമായും മറ്റുള്ള കുറേ സംശയങ്ങളിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് കുറേ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കുറേ പേര് പറയുന്നു ഈ ചാറ്റ് ഫേക്ക് ആണെന്ന് പറയുന്നു. കുറേ പേര് പറയുന്നു കല്യാണ തലേന്ന് തന്നെ ഇത് അറിഞ്ഞത് കൊണ്ട് സ്മൃതി രക്ഷപ്പെട്ടു, ജീവിതം സേവ് ചെയ്യാനായി പറ്റി എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുന്നു ഇതേപോലെ ഫ്ലേട്ടിംഗ് രീതിയിലുള്ള മെസ്സേജസ് വേറെയും കുറേ പേർക്ക് അയച്ചിട്ടുണ്ട്, പലാഷ് എന്ന് പറയുന്നുണ്ടോ വേറെ സ്ത്രീകളുടെ കൂടെ പലാഷിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു വാദമായി വന്ന് നിൽക്കുന്നുണ്ട്. ഒരു സ്പോർട്സ് ജേർണലിസ്റ്റ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് സ്മൃതിയെ ചീറ്റ് ചെയ്തതാണെന്നും ഒരു കൊറിയോഗ്രാഫറുമായിട്ടാണ് ഇങ്ങനെ ഒരു ബന്ധമുള്ളതെന്നും എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആ ഒരു ജേർണലിസ്റ്റിൻ്റെ ഇതിൽ വന്നിട്ടുള്ളത്. സോ ഇതിനൊന്നും മറുപടി അവരാരും തന്നിട്ടില്ല. പലാഷ് ആയാലും സ്മൃതി ആയാലും ഇതിനെക്കുറിച്ചൊരു മറുപടിയും നമുക്ക് പുറത്തേക്ക് തന്നിട്ടില്ല. സ്മൃതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ മറുപടി തന്നിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ അൺഫോളോ ചെയ്തിട്ടുണ്ട് പലാഷിനെ. അതുമല്ല കല്യാണം പ്രീ വെഡിങ്ങിൻ്റെതായ ഫോട്ടോസ് വീഡിയോസ് ഒന്നും സ്മൃതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ കാണാനില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഫാൻസിന് കൂടുതൽ സംശയങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫാദറിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു വെഡിങ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അൺഫോളോ ചെയ്തു, എന്തുകൊണ്ട് പ്രീ വെഡിങ് ഫോട്ടോസ് വീഡിയോസ് ഒന്നും അക്കൗണ്ട്സിൽ കാണാത്തത് എന്നതൊക്കെയാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. ഇതിന് ഇവരൊന്നും മറുപടി തന്നിട്ടില്ല. സ്മൃതിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും
പലാഷിനെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. ഒരു 7 വർഷം നീണ്ടുനിന്ന പ്രണയം ഒരു ദിവസം കല്യാണം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള ഒരു കാരണത്താൽ മാത്രം അൺഫോളോ ഒക്കെ ചെയ്യുമോ? അറിയത്തില്ല. ഇതിൻ്റെ ഔദ്യോഗികമായ റിപ്ലൈ ആരും തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് പലാഷിൻ്റെ പെങ്ങളും പിന്നെ അമ്മയും തന്ന ചില റിപ്ലൈസ് ആണ്. അതായത് പലാഷിൻ്റെ പെങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സ്മൃതിയുടെ അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ അത് കുടുംബത്തിനെ എല്ലാം നന്നായി ബാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് വിവാഹം ഹോൾഡിൽ നിൽക്കുന്നത്. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഞങ്ങളുടെ പ്രൈവസിയെ മാനിക്കണം എന്നായിരുന്നു പുള്ളിക്കാരിയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. പലാഷിൻ്റെ അമ്മയുടെ ഭാഗത്താണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് പലാഷാണ് ഈ വിവാഹം പോസ്റ്റ്പോൺ ചെയ്യാൻ ഫസ്റ്റ് നിന്നതും. പിന്നെ പലാഷിന് സ്മൃതിയുടെ അച്ഛനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ചടങ്ങുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക എന്ന് പറഞ്ഞതും ഒക്കെയാണ്. അവിടെയും ഒരു ചോദ്യചിഹ്നമായി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഇപ്പോൾ സ്മൃതിയുടെ അച്ഛനായിട്ട് ഇത്രയും ബന്ധമുണ്ട്. ഇപ്പോൾ അച്ഛനായിട്ട് ബന്ധമില്ലെങ്കിലും ഇപ്പോൾ സ്മൃതി കല്യാണം കഴിക്കാൻ പോണ ആളാണല്ലോ. അപ്പം സ്മൃതിക്കൊരു ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഇങ്ങനെ ഒരു ക്രൂഷ്യലായ സിറ്റുവേഷൻ, അതായത് അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂവിൽ വരുമ്പോൾ കൂടെ നിൽക്കേണ്ട ആൾ പലാഷാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പലാഷ് മടങ്ങി മുംബൈയിലേക്ക് പോയി എന്നാണ് ഒരു ചോദ്യം വരുന്നത്. പിന്നെ ഇവരൊക്കെ മറുപടി പറയുന്നത് അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് ആരും ഒരു റിപ്ലൈ തരുന്നില്ല. ഇപ്പോൾ ഫേക്ക് ആണെങ്കിൽ ഫേക്ക് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ലാന്നോ ഒന്നും തരുന്നില്ല. സോ ഇവർ പറയുന്നത് അച്ഛൻ്റെ ഹെൽത്ത് ഇഷ്യൂ അതുകൊണ്ട് ഇങ്ങനെ ആക്കി എന്നാണ്. ഇത് അങ്ങനെയൊന്നുമില്ല, ഇത് ഫേക്കായി വരികയാണ് എന്ന് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും വരുന്നില്ല. അതാണ് ഇവിടെ കൂടുതലും ഫാൻസിന് സംശയകരമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ സ്മൃതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെറും മൗനം മാത്രമാണ്. സ്മൃതിയോ സ്മൃതിയുടെ ഫാമിലിയോ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം ഉണ്ടായത് ആകെ ഇതാണ്: അൺഫോളോ ചെയ്യുന്നു, പിന്നെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം വാനിഷ് ആയിട്ടുണ്ട്, ഇപ്പോൾ ഫ്രണ്ട്സും അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു എല്ലാവരും ഒന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഒരു സംശയത്തിൽ ഇവിടെ നിൽക്കുന്നത്. വെറും ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് മാത്രം പോസ്റ്റ്പോൺ ചെയ്തതാണോ ഈ വിവാഹം, അതോ സ്മൃതിയെ ശരിക്കും ചീറ്റ് ചെയ്തു എന്നൊക്കെയാണ് വീണ്ടും നമ്മൾ ഫാൻസിന് ഒരുപാട് സംശയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് സ്മൃതിയുടെ പ്രതികരണം വേണം. സ്മൃതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സോ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം സ്മൃതിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടു മാത്രം നമ്മൾ ഇതിനെക്കുറിച്ചൊരു തീരുമാനത്തിൽ എത്തരുത്. കാരണം ഇവർ പ്രതികരിച്ചാൽ മാത്രമാണ് നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അറിയുള്ളൂ. ഇവരൊരു പബ്ലിക് ഫേസ് ആയതുകൊണ്ടും സെലിബ്രിറ്റീസ് ആയതുകൊണ്ടുമാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നതും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.